നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. ഇതിനിടെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോർഡന്റെ കാര്യം. ഈ പറയുന്ന 10 വയസ്സ് മുതൽ 25, 30, 40 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ആകർഷിച്ച മറ്റൊരു മ്യൂസിക് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള റാപ്പ് സംവിധാനം വേറെ ഇല്ല. ബോർഡനെ പോലെ 10,000-കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ട്. അതിപ്പോ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ റാപ്പ് മ്യൂസിക്കൊക്കെ എന്തിനാ ഈ ബോർഡനെ പാടുന്നതെന്ന്. അത് പാടാൻ വേറെ ആളുണ്ടല്ലോ എന്നാണ്. അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഗമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലി ചെയ്താൽ മതി. ഓരോരുത്തർക്കും നിൽക്കാനുള്ള ഘടമുണ്ട്. ആ ഘടത്തിൽ നിന്നാൽ മതി. ഇതാണ് ചാതുർവർണ്ണയത്തിന്റെയും മനുസ്മൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ആ നിയമമുള്ളതുകൊണ്ട് ഈ ബോർഡൻ പാടുന്ന പാട്ട്, ബോർഡനെ സംബന്ധിച്ചിടത്തോളം അത് പറയുന്നത് ഇത് എന്താണ്, കലാഭാസമാണ്. ഇതിന്റെ കലയിൽ വേറെ കലയുണ്ട്. അത് ഫ്യൂഡൽ കലയാണ്. ക്ലാസിക്കലായിട്ടാണ് ചിലപ്പോൾ. ജനാധിപത്യപരമായ ഒന്നല്ല. കല പല രീതിയിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് ലോകത്ത്. 2-3 പതിറ്റാണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് റാപ്പ് ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. പക്ഷെ ആ റാപ്പ് എന്തിനാണ് പട്ടികജാതിക്കാരൻ പാടുന്നത് എന്നാണ്. അത് മറ്റുള്ളവർ പാടുമല്ലോ, അത് പാടാനുള്ള ആളുകളുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള മന്ത്രി പോലും ആരാവണം, ഉന്നത കുലജാതി എന്ന് പറയുന്ന മാനസിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജാതി വ്യവസ്ഥയനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ പാടുള്ളൂ എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായി ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും കേരളം പോലുള്ള ഒരു സമൂഹത്തിന്റെ അകത്ത് യാതൊരു ഉറപ്പുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു സമൂഹ ജീവിതമുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ കാണേണ്ടത് വളരെ വളരെ ഗൗരവമാണ്. ഞാൻ വേടന്റെ കാര്യമായി ഇത് മാത്രമല്ല. വേടനെ ഞാൻ ഈയിടെ കണ്ടു ഒരു ദിവസം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ വേടനെ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പൊ തർക്കവും പ്രശ്നം കൈയായി വന്നപ്പോഴാണല്ലോ നമ്മളെല്ലാം ഇടപെട്ടത്. വേടന്റെ ആ കഴിവിനെ നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് വരുന്ന എല്ലാറ്റിനെയും അതിശക്തിയായിട്ട് എതിർക്കുകയും വേണം. അതിലും തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നതറിയാം, വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്ന് വേടൻ തന്നെ സമ്മതിച്ചു. വേടൻ പറഞ്ഞു, എന്നെ നേരായ വഴി നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കോളനിയിൽ ഇങ്ങനെ കളിച്ചു വളർന്നു. ഇല്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ഒപ്പം ചേർന്നാണ് ഞാൻ വളർന്നത്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് തിരുത്തൽ പ്രക്രിയയെപ്പറ്റി ഞാൻ ആലോചിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് തിരുത്തിയേ പറ്റൂ. ആവശ്യമായ മുൻകരുതലോടുകൂടി മാത്രമേ എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. എനിക്ക് നിങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് നൽകിയത്. മുമ്പത്തെ കളി കളിച്ചെനിക്ക് പോകാനാവില്ല എന്നെനിക്ക് ബോധ്യമായി. അതാ ഞാൻ പറഞ്ഞത്, തിരുത്തൽ പ്രക്രിയ സ്വന്തം മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്നുണ്ടാവണം.